വിവാഹ ബന്ധങ്ങളൊന്നും ഇനി വേണ്ട. വിവാഹം കൂടൊരുക്കലാണ്. മനുഷ്യർ ആഗ്രഹിക്കുന്നത് കൂടുവിട്ട് പറവകളെപ്പോലെ ആകാശത്തേക്ക് സ്വച്ഛന്തം വിഹരിക്കുന്നതാണ്. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ചൊന്നും ഇനി അധികം സംസാരിക്കേണ്ട. പ്രിയപ്പെട്ട സുഹൃത്തെ, ഇത് ഞാൻ പറയുന്നതല്ല. ന്യൂ ജനറേഷൻ കിഡ്സ് ഇങ്ങനെ പലയിടത്തും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്തവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിക്കേണ്ടത് ആവശ്യമാണോ എന്ന് നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മുന്നിൽ വന്ന് കൂളായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കണ്ട, പൊട്ടിക്കരയണ്ട, വെറുതെ കേൾക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കിഡ്സൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്. അവരെന്തെല്ലാം പ്രാക്ടിക്കാലിറ്റിയുടെ കോൺസെപ്റ്റുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുണ്ടാക്കിയിരിക്കുന്ന കുറേ കോൺസെപ്റ്റുകളിലൂടെ നമുക്കിന്നത് യാത്ര നടത്താം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞെട്ടണ്ട, പൊട്ടണ്ട, പൊട്ടിത്തെറിക്കണ്ട, വെറുതെ കേട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒന്നാമതായിട്ട് സിറ്റുവേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, വേറെ പല ഷിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പാണ്. അതെന്താണെന്ന് നിങ്ങൾ ചോദിക്കും. അതായത് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു തരം പ്രണയബന്ധത്തിൻ്റെ പേരാണ് സിറ്റുവേഷൻഷിപ്പ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കാര്യമായിട്ടില്ല. അല്പം പ്രണയം, അല്പം സ്നേഹം, അല്പം കരുതൽ, എല്ലാം അല്പം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്, നൽകില്ല, ചോദിക്കരുത്. അങ്ങനെ മുന്നോട്ട് പോകാൻ തയ്യാറുള്ളവർ സിറ്റുവേഷൻഷിപ്പിന് വേണ്ടി ഒരുങ്ങുക. ഈ ഷിപ്പ് അവിടെ ചെന്ന് ചേരും എന്ന് എന്നോട് ചോദിക്കരുത്. ചിലപ്പോൾ നിലയില്ല കയത്തിലേക്ക് താഴ്ന്നാണ് പോയേക്കാം. എന്നാലും എന്ത്, കമ്മിറ്റഡ് അല്ലാത്തതുകൊണ്ട് അതിനകത്ത് യാതൊരുവിധ സങ്കടങ്ങളും ഇല്ല. ജോൺ വിറ്റിയറുടെ പഴയ കവിത ഓർമ്മ വരികയാണ്. അതായത് സ്പെല്ലിംഗ് ടെസ്റ്റ് നടത്തുന്ന ഒരു പഴയ ഗ്രാമീണ പള്ളിക്കൂടം. ആൺകുട്ടിയും പെൺകുട്ടിയും വളരെ മിടുക്കന്മാരാണ്, നല്ല സാമർഥ്യമുള്ളവരാണ്. പെൺകുട്ടിയോട് ചോദ്യം ചോദിച്ചപ്പോൾ അവൾ ശരി ഉത്തരം പറഞ്ഞു. ആൺകുട്ടിയോട് ചോദ്യം ചോദിച്ചപ്പോൾ അവൻ തെറ്റിപ്പോയി. അവനെ പിന്നിലേക്ക് മാറ്റിയിരുത്തി. അടുത്ത ചോദ്യം വീണ്ടും പെൺകുട്ടിയോട്. അവളിപ്പോൾ ശരി ഉത്തരം അറിയാം, പക്ഷേ തെറ്റുത്തരം പറഞ്ഞു. അവളും പിന്നിലേക്ക് മാറ്റിയിരുത്തപ്പെട്ടു. ആൺകുട്ടി ചോദിച്ചു, നിനക്ക് ശരി ഉത്തരം അറിയാമെന്ന് എനിക്കറിയാമായിരുന്നു, നീ എന്തിനാണ് തെറ്റുത്തരം പറഞ്ഞത്? അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, നിന്നെ തോപ്പിച്ച് മുന്നേ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം സ്വയം തോറ്റ് നിന്നോടൊപ്പമായിരിക്കുന്നതാണ്. ഇത് പഴയൊരു ആറ്റിറ്റ്യൂഡാണ്. ഇതിപ്പോൾ ആരും മറ്റൊരാൾക്ക് വേണ്ടി തോറ്റെടുക്കാനും തയ്യാറല്ല. മറ്റൊരാളെ വേണമെങ്കിൽ തോൽപ്പിക്കാം, എനിക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് ഉപയോഗിക്കാം. എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളെ ഞാൻ യൂസ് ചെയ്യാം, യൂസ് ആൻഡ് ത്രോ. ഇനി എക്സ്പയർ ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും പുറത്തേക്ക് വലിച്ചെറിയാം, ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതിനെ നിങ്ങളെന്താണ് പേരിട്ട് വിളിക്കേണ്ടത്? കൗതുകത്തോടു കൂടി. രണ്ടാമത് കഫിങ് എന്ന് പറയുമ്പോൾ ജയിലുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. അതായത് താൽക്കാലിക തടവിന് തയ്യാറാവുകയാണ് പ്രണയത്തിൽ, ജീവപര്യന്ത തടവിന് തയ്യാറല്ല. അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവിതമൊന്നും വേണ്ട, താൽക്കാലികമായിട്ട് വിലങ്ങ് ഞാൻ സ്വീകരിക്കുകയാണ്. അപ്പോൾ പ്രണയം ഇവിടെ ഒരു വിലങ്ങാണ്, താൽക്കാലിക വിലങ്ങ്. സഹിച്ച് സഹജീവനത്തിനൊന്നും തയ്യാറല്ല, മറിച്ച് പരസ്പര സഹകരണ സംഘം പോലെ പ്രവർത്തിക്കാം കുറച്ചാളത്തേക്ക്. ആ കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം താങ്ങും തണലുമായിരിക്കാം, പരസ്പരം ബന്ധിതരായിരിക്കാം. ബന്ധം അത്രക്കങ്ങ് ആഴമുള്ള ബന്ധനമാക്കി മാറ്റാൻ തയ്യാറല്ല. അതാണ് കഫിങ് എന്ന് പറയുന്നത്. വീണ്ടും യാത്ര തുടരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുള്ളിൽ ചിരിക്കുമോ കരയുമോ എനിക്കറിഞ്ഞുകൂടാ. ഗോസ്റ്റിംഗ് എന്നൊരു കോൺസെപ്റ്റ്, അതിൻ്റെ അർത്ഥം എന്താണ്? ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് പതുക്കെ പ്രണയിക്കുന്ന ആൾ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നതാണ്. തോരാത്ത മഴ പോലെ, തീരാത്ത പ്രണയത്തിൻ്റെ ഒഴുക്ക് പോലെ ആയിരുന്നു ഇതുവരെ. പതുക്കെ മഴ കുറഞ്ഞ് ചാറ്റൽ മഴയായി മാറി, പിന്നെ വെറും തുള്ളി മഴയായി, പിന്നെ ഇല്ലാതായി. പതുക്കെ ഒരാൾ അപ്രത്യക്ഷമാകുകയാണ്. ഗോസ്റ്റിംഗ്. അയാൾ അപ്രത്യക്ഷമായി ഇങ്ങോട്ട് പോയി, ഇനി അയാളെ കാണാൻ പറ്റില്ല.
ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ ഒരു ഗോസ്റ്റായി മാറിയിരിക്കുകയാണ്. എവിടെയാണ് എങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൂടാ. വിരഹഗാനമൊന്നും ആലപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളിപ്പോൾ ഗോസ്റ്റായി മാറിക്കഴിഞ്ഞു. അയാൾ വിളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം കിട്ടും: അയാളിപ്പോൾ റേഞ്ചിലല്ല. നിങ്ങൾക്ക് ഇനി ആ റേഞ്ചിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കില്ല. ഗോസ്റ്റായി അയാൾ മാറിക്കഴിഞ്ഞു. വിടവാക്ക് ചൊല്ലിയില്ല, മറുവാക്ക് ചൊല്ലിയില്ല, നന്ദി എന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല, ആശംസകളും നേർന്നില്ല, ജസ്റ്റ് ഡിസപ്പിയർഡ്. അയാൾ ഗോസ്റ്റായി മാറിക്കഴിഞ്ഞു. ഇത് ഒരു തരം തമാശയല്ലേ? അടുത്തൊരു രീതി ബെഞ്ചിങ്. ഇത് സ്പോർട്സിൽ നിന്ന് കടമെടുത്തൊരു പദമാണ്. അതായത് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കളിക്കാരെ ബെഞ്ചിലിരുത്തും, പുറത്തിരുത്തും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് പുറത്തുണ്ട്. ഇപ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങളുടെ കൂടെയുണ്ട്, ബട്ട് ദർ ആർ സോ മെനി അതർ ഓപ്ഷൻസ് വെയിറ്റിംഗ് ഫോർ യു. സോ എനി ടൈം the person who is inside can be ousted and the person who is outside can be the inmate. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിൻബെഞ്ചിലിരിക്കുന്ന ഒരാളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴെങ്കിലും ഞാൻ നിന്നെ സ്വീകരിച്ചോളാം. ഇത് പെൺകുട്ടികളും ഇങ്ങനെ ആൺകുട്ടികളെ പിൻബെഞ്ചിലിരുത്താം, ആൺകുട്ടികളും പെൺകുട്ടികളെ പിൻബെഞ്ചിലിരുത്താം. പറഞ്ഞു വരുന്നത് ഇഷ്ടം പോലെ ഓപ്ഷനുകളുണ്ട്. അത് ഓപ്ഷനുകളെ അപ്പം മാറ്റിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ബെഞ്ചിങ് എന്ന് പറയുന്നത്. അടുത്തത് ബ്രെഡ് ക്രംബിങ് എന്ന് പറയുന്ന രീതിയാണ്. ബൈബിളിൽ ജ്ഞാനായ സ്ത്രീ കർത്താവിനോട് പറയുന്നുണ്ട്, മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണം കുഞ്ഞുങ്ങൾ കഴിക്കട്ടെ, പക്ഷേ നായ്ക്കളും ഈ അപ്പത്തരിയൊക്കെ കഴിച്ച് അവരുടെ വിശപ്പ് മാറ്റുന്നുണ്ടല്ലോ. അതുപോലെ ഈ ബ്രെഡ് ക്രംബ് എനിക്ക് തരിക. ഈ ബ്രെഡ് ക്രംബിങ് രീതിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്പസ്നേഹം. ഇയാൾക്ക് വേറൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഒരുപക്ഷെ ഉണ്ടാകാം. അതിനിടയിൽ വേറെ കുറച്ച് ആളുകൾക്ക് അല്പം കനിവ്, അല്പസ്നേഹം, അല്പം ടൈം, അല്പം പണം, അല്പം എൻ്റർടൈൻമെൻറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രെഡ് ക്രംബിങ് ആണ്. അപ്പം കഷ്ണം ചെറുതായിട്ട് മുറിച്ച് ഒരു 100 പേർക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്ന വിരുന്നശാലയുടെ ഉടമയെ പോലെ ഇയാളിങ്ങനെ രാജകീയമായി ജീവിക്കുകയാണ് ബ്രെഡ് ക്രംബിങ് ബിസിനസ്സായിട്ട്. നിങ്ങളിതൊക്കെ കേട്ടിട്ട് അമ്പരപ്പോട് ചോദിക്കും, ഇതിനെയൊക്കെ എങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ വഴികളെന്ന് വിളിക്കുക? ഇപ്പോൾ മനുഷ്യരുടെ അല്ലാത്ത വഴികളൊക്കെ മനുഷ്യരുടെ വഴികളായിട്ട് കാണുന്നൊരു പ്രവണത ഉണ്ടല്ലോ. സോംബി എന്ന് പറയുന്ന അടുത്ത ഒരു പ്രവണതയുണ്ട്. അതായത് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയ ഒരാൾ, പ്രണയത്തിൽ നിന്നും പിന്മാറിയ ഒരാൾ, പിൻവാതിലൂടെ അയാൾ അപ്രത്യക്ഷമായതാണ്. പെട്ടെന്ന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷപ്പെട്ടയാൾ ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇന്നലെ യാതൊരു വിധത്തിൽ പിടക്കങ്ങളുണ്ടായിട്ടില്ല, യാതൊരു വിധത്തിൽ കലഹങ്ങളുണ്ടായിട്ടില്ല, 2 വഴിയായി മാറിയിട്ടില്ല എന്ന മട്ടിൽ അഭിനയിച്ചുകൊണ്ട് വീണ്ടും രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ചെസ് നമ്പർ 5 വന്നിരിക്കുന്നു. ഇന്നലെ ഡിസപ്പിയർ ആയിരുന്ന ആളാണ് അയാൾ. ഇതൊക്കെയാണ് ഇന്നത്തെ വേറെ തമാശകൾ. ഇനിയും ഇതുപോലുള്ള ഒരുപാട് തമാശകളുടെ ടേമുകളുണ്ട്. കാറ്റ് ഫിഷിംഗ് എന്നൊരു രീതി. അതായത് ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ഫോൾസ് ഐഡൻറ്റിറ്റി ഉണ്ടാക്കി, ഫോൾസ് നെയിം ഉപയോഗിച്ച്, ഫോൾസ് സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് ആളുകളെ വെറുതെ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് കാറ്റ് ഫിഷിംഗ്. ശരിക്കും മീൻപിടുത്തമാണ്. അതായത് ഇരയാകാൻ വിധിക്കപ്പെട്ട ആളെ ഒരു കാരണമില്ലാതെ ഇരയാക്കിയെടുക്കുകയാണ്. ഇരയാക്കി ഉപയോഗിച്ച് ആവശ്യം കഴിയുമ്പോൾ അടുത്ത ഇരയെ തേടി പോകും. അതുകൊണ്ടാണ് ഫോൾസ് ഐഡൻറ്റിറ്റിയൊക്കെ വേണ്ടി വരുന്നത്. എല്ലാം ഫോൾസാണ്. അതിൻ്റെ അകത്ത് മൊത്തം പ്ലാസ്റ്റിക് മയമാണ്. സ്നേഹം പോലും വെറുതെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സ്നേഹമാണ്. ആത്മാർത്ഥമായിട്ടുള്ള ഒന്നും തന്നെയില്ല. എന്നുടെ എല്ലിനാൽ പടച്ച പെണ്ണെന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ സ്വന്തം എല്ലിൻ്റെ വാരിയലിൻ്റെ ഭാഗമൊന്നുമല്ല, സ്വന്തം അസ്തിത്വത്തിൻ്റെ ഭാഗം പോലുമല്ല. വെറുതെ യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിൽ പ്ലഷറബിൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരാൾ ഉപയോഗിക്കുന്നു, അത്രമാത്രം. പ്ലഷർ തീർന്നു കഴിയുമ്പോൾ പിന്നെ പ്രഷറാണ് ഇയാളെ പുറത്താക്കാനായിട്ട്. എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ കൊന്നൊന്നും വരാം. അങ്ങനെയൊക്കെയാണല്ലോ പല കൊലപാതകങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ വേറെയും വളരെ ചിന്തയും ചിരിയും ഉണർത്തുന്ന വഴികൾ ഉണ്ട്. ലവ് ബോംബിംഗ്
എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അതായത് ഒരാൾക്ക് ഒരാളോട് കടുത്ത ഇഷ്ടം തോന്നുന്നു. നിങ്ങളതിനെ പ്രണയമൊന്നും വിളിക്കരുത്, ഇഷ്ടം തോന്നുമ്പോൾ മറ്റേ ആളും കഷ്ടപ്പെട്ട് ഇയാൾ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി ഇയാൾ കഷ്ടപ്പെട്ട് പിന്നാലെ നടക്കുകയാണ്. എന്നിട്ട് അയാളെ ആകർഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തിട്ടുണ്ടാകുമ്പോൾ ബോംബിംഗ് ആണ്. അതായത് ഭയങ്കര ടാസ്കുകളൊക്കെ ചെയ്ത് കളയും. അതിസ്നേഹത്തിൻ്റെ ആർദ്രമായ വാക്കുകൾ മെസ്സേജുകളായിട്ട് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേയിരിക്കും. ഗിഫ്റ്റുകൾ, കോംപ്ലിമെൻറ്റ്സ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ആഴം വല്ലതുണ്ടോ? ഇൻഫാക്ച്വേഷനാണ്, വെറും ഭ്രമമാണ്. ആ ഭ്രമത്തിൻ്റെ ലോകത്ത് ചരിക്കുകയാണ്. ഭ്രമത്തിൻ്റെ ലോകത്തിലേക്ക് മറ്റേ ആൾ വന്നു വിട്ട് കഴിഞ്ഞാൽ പതുക്കെ അയാൾ ദ്രവിച്ചില്ലാതാവും. ഭ്രമമൊക്കെ പെട്ടെന്ന് തീരും. പണ്ടത്തെ നുറുങ്ങ കഥയുണ്ട്. കാമുകൻ കാമുകിക്ക് ലെറ്റർ എഴുതുകയാണ്. നിന്നെ ഞാൻ അത്രക്കേറെ സ്നേഹിക്കുന്നു, 7 സാഗരങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി താണ്ടാം, 7 മലകൾ ഞാൻ നിനക്ക് വേണ്ടി കടന്നു വരാം, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. അവസാനം ലെറ്റർ അവസാനിപ്പിക്കുകയാണ്, NB അടുത്ത ബുധനാഴ്ച മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് പാർക്കിൽ വെച്ച് കാണാം. ഇങ്ങനെ ആഴമില്ലാത്ത, പേരില്ലാത്ത, ഊരില്ലാത്ത, പേര് പോലും ഇല്ലാത്ത പ്രണയത്തിൻ്റെ കുറേ വഴികൾ. പ്രണയമൊന്നും ഇതിനെ വിളിച്ചുകൂടാ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ യുവതി യുവാക്കൾ ഇപ്പോൾ പറയുന്നു, കല്യാണമൊന്നും അത്ര അത്യാവശ്യമൊന്നുമില്ല, കല്യാണം ബന്ധത്തെക്കാൾ ബന്ധനമാണ്, ഞങ്ങൾ ഫ്രീ ബേർഡ്സാണ്, വി ആർ എ ജനറേഷൻ, ഹാർട്ട്ലെസ് ജനറേഷൻ എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആകട്ടെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ചിന്ത വന്ന് ഈ സംസ്കാരം, നല്ല സംസ്കാരം ഇല്ലാതായി മൃതിയുടെ, മരണത്തിൻ്റെ സംസ്കാരം ഇവിടെ വരാതിരിക്കട്ടെ. നല്ല യാത്ര നേരുന്നു.